അധികാരമേൽക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പാണക്കാട് തങ്ങളെയും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സംസ്ഥാന പ്രസിഡന്റ് ഇ അഹമ്മദിനെ അടക്കമുള്ളവരെയും അനുവാദം വാങ്ങിയ ശേഷമാണ് അദ്ദേഹം സത്യവാചകം ചൊല്ലാൻ വേണ്ടി സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് എത്തുന്നത്. കുഞ്ഞാലിക്കുട്ടി ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സർവശക്തനായ അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ഞാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് അല്ലാഹുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും.